mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ 100-ൽ-പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. അങ്ങാടിക്കടവ് റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിർമ്മിച്ച അടിപ്പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. റെയിൽവേയുടെ വിവിധ പദ്ധതികൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പമാണ് അങ്ങാടിക്കടവ് അടിപ്പാതയുടെ ഉദ്ഘാടനവും നടത്തിയത്. 500 से अधिक रेलवे स्टेशनों और 1,500 से ज्यादा दूसरी जगहों से लाखों लोग जुड़े हैं. अलग अलग राज्यों के माननीय राज्यपाल श्री, माननीय मुख्यमंत्रीगण, केंद्र और राज्य सरकारों के मंत्रीगण, सांसदगण, विधायकगण और स्थानीय जनप्रतिनिधि, प्रबुद्ध नागरिक, पद्म पुरस्कार जिनको सम्मानित मिला है. അങ്ങാടിക്കടവ് റെയിൽവേ ഗേറ്റ് പരിസരത്ത് നടന്ന യോഗം അങ്കമാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ ഉദ്ഘാടനം ചെയ്തു. പണികളെല്ലാം വളരെ സ്പീഡിൽ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി അതിന്റെ ബാക്കിയുള്ള പരിപാടികൾ തന്നെ പെട്ടെന്ന് തന്നെ തീർക്കും. എന്തായാലും വളരെ ഒട്ടേറെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ പീച്ചാനിക്കാട് ഒരു അടിപ്പാത, റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്നുള്ളത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ റെയിൽവേ അടിപ്പാതകളും മേൽപ്പാലങ്ങളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പീച്ചാനിക്കാടും അങ്ങനെ ഒരു അടിപ്പാത നിർമ്മാണത്തിനുള്ള ഫണ്ട് 2 കോടി രൂപ നമ്മൾക്ക് ലഭിച്ചു. അതിന്റെ പ്രവർത്തനം റെയിൽവേയുടെ എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ അതിന്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ നടത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് എപ്പോഴും, അതായത് സമയലാഭം, അതാണ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. ഉദ്ഘാടനം നടത്തിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു കൊടുക്കില്ല. നിർമ്മാണ വേലകൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഈ മാസം പകുതിയോടെയാണ് അടിപ്പാതയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. അതിന്റെ തട്ട് പൊളിച്ചിട്ടില്ല. കൂടാതെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. പാതയുടെ ഇരുവശവും റോഡ് സജ്ജമാക്കണം. ഡ്രെയിനേജ് സംവിധാനവും ഒരുക്കണം. 2 മാസത്തിനുള്ളിൽ നിർമ്മാണ വേലകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. റെയിലിനടിയിലെ മണ്ണ് നീക്കിയാണ് അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. 7 മീറ്റർ വീതിയാണ് അടിപ്പാതയ്ക്കുള്ളത്. 2.6 കോടി രൂപ മുടക്കിയാണ് അങ്ങാടിക്കടവിൽ അടിപ്പാത നിർമ്മിക്കുന്നത്. പുതിയ പാത വരുന്നതോടെ അങ്ങാടിക്കടവ് റെയിൽവേ ഗേറ്റിലെ ഗതാഗത കുരുക്കിന് അറുതിയാകും. കോടുശ്ശേരി, പുളിയനം, കുറുമശ്ശേരി, മൂഴിക്കുളം, പാറക്കടവ്, പൂവത്തുശ്ശേരി, അന്നമനട തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് അങ്ങാടിക്കടവിലെ അടിപ്പാത ഏറെ പ്രയോജനകരമാകും. നിലവിൽ ഇവിടെ ഗേറ്റ് അടയ്ക്കുമ്പോൾ ഏറെ നേരം വാഹനങ്ങൾ കാത്തുകിടക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങാടിക്കടവിൽ അടിപ്പാത വേണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്.